ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 4 മണിക്കൊരു ചായക്കടി ഉണ്ടാക്കിയാലോ. ചോറ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണേ. അതിന് വേണ്ടിയിട്ട് മട്ടരിയുടെ ചോറാണ്. വേവ് കുറവുള്ള ചോറാണ്. വേവ് കൂടുതലുള്ള ചോറാണെങ്കിൽ വെള്ളം ഒഴിക്കാണ്ട് അടിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അടിക്കുന്നത്. ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. വേവ് കുറവുള്ളതായതുകൊണ്ടാണ്. വെള്ള ചോറാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാണ്ട് അടിച്ചാൽ മതി. ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ചോറ് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് 1.5 സവോള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് വേപ്പില, 1 ടീസ്പൂണ് മല്ലിയില, ഇതെല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. രണ്ട് സ്പൂണ് റവയാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് അരിപ്പൊടി, ഒരു 3 സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പോരായി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇതുപോലെ ഇട്ട് വയ്ക്കണം. ഇതൊന്ന് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. റവ ഇട്ടേക്കണത് കൊണ്ട് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിത് ഉഴുന്ന് വടയുടെ ഷേപ്പിലാണ് ഇട്ടുണ്ടാക്കുന്നത്. ഇത് പതുക്കെ പ്രസ് ചെയ്തിട്ട് നടുവിൽ ഹോളുണ്ടാക്കുക. ഓയിലോ വെള്ളമോ തൊട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ശരിയാവും. ഇതുപോലെയാണ് ചെയ്യുന്നത്. വട പൊരിച്ചെടുക്കാനായിട്ട് ഞാനൊരു കടായി വെച്ചു. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്താണ്. ഓയിൽ ചൂടായിട്ടുണ്ട്. വട ഓരോന്നും ഇട്ട് കൊടുക്കും. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അതാണ് കേട്ടോ. നമുക്ക് ചായക്കടിക്കൊക്കെ ഉണ്ടാക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് എല്ലാവരും ഉണ്ടാക്കാം. എൻ്റെ റെസിപ്പികൾ കാണാൻ ശ്രമിക്കണം. ഒരു വശം മുരിഞ്ഞ് കഴിയുമ്പോൾ മത്തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. 2 വശം തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനെടുക്കാണ് കണ്ടോ. അടിപൊളി ചായക്കടി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുണ്ടാക്കാവുന്ന, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചായക്കടിയാണ്. എല്ലാവരും ഉണ്ടാക്കാം കേട്ടോ. എൻ്റെ കാണുന്നവർ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാനുള്ള മനസ്സും കൂടി കാണിക്കണേ. ഇനിയുള്ളതും കൂടി ഇതുപോലെ വേവിച്ചെടുക്കാം. ചോറ് കൊണ്ടുണ്ടാക്കിയ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കാം. അതിനൊരു ചമ്മന്തി കൂടിയായ വെങ്കയമായി. ഞാനിത് കുറച്ച് തേങ്ങയും 2 തക്കാളി കൂടിയിട്ട് അരച്ചിട്ട് കടുക് പൊട്ടിച്ചേർന്നതാണ് കേട്ടോ. നല്ല മുരിഞ്ഞ വടയാണ് കേട്ടോ. അടിപൊളി. എല്ലാവരും ഉണ്ടാക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ റെസിപ്പികൾ കാണാൻ ശ്രമിക്കണേ. ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. സപ്പോർട്ട് ചെയ്യണേ.